ഹലോ സ്റ്റുഡൻസ് എജു പ്ലസിൻ്റെ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും വെൽക്കം. ഇന്ന് കെമിസ്ട്രിയിലെ ചാപ്റ്റർ 18 ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ജനറൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദി പി ബ്ലോക്ക് എലമെൻറ്റ്സ്. ചെറിയൊരു ചാപ്റ്ററാണ്, നല്ല രീതിയിൽ തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കാം. നമുക്കിത് നല്ല രീതിയിൽ മനസ്സിലാക്കിയെടുക്കാൻ പറ്റുന്നതായിരിക്കും. ക്ലാസ്സിലേക്ക് കടക്കാം. ഇത് നമ്മുടെ പീരിയോഡിക് ടേബിളിൻ്റെ എക്സാമ്പിളാണ്. ഇവിടെ നിങ്ങൾ റെഡ് സ്ക്വയറായിട്ട് മാർക്ക് ചെയ്തത് കണ്ടിട്ടുണ്ടോ? ഇതിനെയാണ് നമ്മൾ പി ബ്ലോക്ക് എലമെൻറ്റ്സ്, അതായത് ഗ്രൂപ്പ് 13 to 18 വരുന്ന എലമെൻറ്റ്സിനെ നമ്മൾ പി ബ്ലോക്ക് എലമെൻറ്റ്സ് എന്ന് പറയും, അഥവാ റെപ്രസെൻറ്റേറ്റീവ് എലമെൻറ്റ്സ് എന്ന് കൂടെ ഇതിനെ പറയാറുണ്ട് കേട്ടോ. ഇതിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നോക്കൂ, ഈ ഒരു 13 മുതൽ 18 വരെ, അതായത് വേർട്ടിക്കലായിട്ട് വരുന്നതിനെ നമ്മൾ ഗ്രൂപ്പ് എന്നാണ് പറയുന്നത്. താഴോട്ടേക്ക് ബോറോൺ മുതൽ ഈ ഒരു താഴോട്ടേക്ക് വരുന്നുണ്ടാവല്ലോ, ഇതിനെ നമ്മൾ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഇനി ഇങ്ങനെ ഹൊറിസോണ്ടലായിട്ട് വരുന്നതിനെ നമ്മൾ പീരീഡ് എന്നാണ് കേട്ടോ പറയുന്നത്. നമ്മൾ ഈ ഒരു പീരീഡും ഗ്രൂപ്പും ഇനി യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഫസ്റ്റ് പീരീഡാണ് ഇത് 2, പിന്നെ രണ്ടാമത്തെ പീരീഡ് 3, മൂന്നാമത്തെ പീരീഡ് ഇത് ഇവിടം വരെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ പി ബ്ലോക്കിൻ്റെ നോക്കുന്നതാണെങ്കിൽ ഇവിടെ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത്, സിക്സ്ത്ത് അങ്ങനെ ആയിരിക്കും വരുന്നത്. ഇതിൽ പീരീഡിൻ്റെ സ്വഭാവം എന്ന് വെച്ച് കഴിഞ്ഞാൽ പീരീഡ് ലെഫ്റ്റ് ടു റൈറ്റ് ആണല്ലോ. അങ്ങനെ പോകുമ്പോൾ ഈ ഒരു പീരീഡിൽ അതിൻ്റെ എനർജി ലെവൽ കൂടുകയാണ് ചെയ്യുന്നത്. എനർജി ലെവൽ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. ഇനിയിപ്പം ഗ്രൂപ്പിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ വാലൻസ് ഇലക്ട്രോൺസ് ഉണ്ടാവും, വാലൻസ് ഷെൽ ഉണ്ടാവുമല്ലോ. ഈ ഒരു വാലൻസ് ഷെല്ലിൽ ഇലക്ട്രോൺസിനെ ആഡ് ചെയ്ത് പോകും. അങ്ങനെയാണ് ചെയ്യുന്നത്. ആഡ് ചെയ്ത് പോകുന്നതല്ല, സെയിം ഇലക്ട്രോൺസ് ആയിരിക്കും ആ ഒരു വാലൻസ് ഷെല്ലിൽ ഉണ്ടാവുന്നത്. അതായത് ബോറോണിൻ്റെ ലാസ്റ്റ് ഇലക്ട്രോൺ ഇപ്പം കോൺഫിഗറേഷൻ 1 ആണെങ്കിൽ, ഇനിയിപ്പോൾ അലൂമിനിയത്തിൻ്റെയും ലാസ്റ്റ് വാലൻസ് ഇലക്ട്രോണിലുള്ള കോൺഫിഗറേഷനിൽ എന്തായിരിക്കും? സെയിം തന്നെ ആയിരിക്കും, 1 തന്നെ ആയിരിക്കും വരുന്നത്. ഇനിയിപ്പം ഓക്സിജൻ്റെ കേസിൽ അത് 6 ആണ് വാലൻസ് ഇലക്ട്രോൺസിൽ വരുന്നതാണെങ്കിൽ, സിലിക്കണിൻ്റെ കേസിലും അത് 6 ആയിരിക്കും. കോൺഫിഗറേഷനിൽ ഫസ്റ്റ് ആ ഒരു ഷെല്ലിൻ്റെത് മാറ്റം ഉണ്ടെങ്കിലും ലാസ്റ്റ് വരുന്നത് 6 തന്നെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് പീരീഡിൻ്റെയും ഗ്രൂപ്പിൻ്റെയും പ്രത്യേകത എന്ന് വരുന്നത്. ഇനി നമുക്ക് ബേസിക്സ് ആയിട്ടുള്ള പി ബ്ലോക്കിൻ്റെ എലമെൻസിൻ്റെ കാര്യങ്ങളാണ് നമ്മളിവിടെ പറഞ്ഞു വെക്കുന്നത്. നിങ്ങൾ നോക്കുക, പി ബ്ലോക്ക് എലമെൻറ്റ്സ് 13 മുതൽ 18 വരെയുള്ള ഗ്രൂപ്പിനെയാണ് കണ്ടെയ്ൻ ചെയ്യുന്നത്. അതിൽ പി ഓർബിറ്റൽസിലാണ് കേട്ടോ അതിൻ്റെ ഓരോ ആറ്റംസും അതിൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ പി ഓർബിറ്റലിലാണ് ഇലക്ട്രോൺസിനെ ഫില്ല് ചെയ്യുന്നത്. ഇനി ഈ ഒരു പി ബ്ലോക്ക് എലമെൻസിൻ്റെ കോമ്പൗണ്ട്സ് എന്താണെന്ന് നോക്കാം. അതിൽ ഫസ്റ്റ് ഞാൻ പറയുന്നത് നൈട്രജനെ കുറിച്ചിട്ടാണ്. നൈട്രജൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നൈട്രജൻ്റെത് നൈട്രിക് ആസിഡ്, അമോണിയ, NH3 അല്ലെങ്കിൽ ഫെർട്ടിലൈസേഴ്സ് ആയിട്ട്, കൂടാതെ ട്രൈനൈട്രോടൊളുവിൻ, നൈട്രോഗ്ലൈക്രൈൻ എന്ന് പറഞ്ഞിട്ടുള്ള നൈട്രജൻ്റെ കോമ്പൗണ്ട്സ് ഒക്കെ ഉണ്ട്. ഇതൊക്കെയാണ് നൈട്രജൻ്റെ വരുന്നത്. ഇതിൽ ട്രൈനൈട്രോടൊളുവിനൊക്കെ എക്സ്പ്ലോസീവായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് പി ബ്ലോക്ക് എലമെൻസിൽ തന്നെ ഓക്സിജൻ വരുന്നുണ്ട്. ഓക്സിജൻ നമുക്കറിയാം എസെൻഷ്യൽ ഫോർ അവർ ലൈഫ് അല്ലേ. നമുക്ക് ശ്വസിക്കണമെങ്കിൽ ഓക്സിജൻ വേണം. അപ്പോൾ ഇതും പി ബ്ലോക്ക് എലമെൻ്റ് ആണ്. കൂടാതെ നമുക്കറിയാം പ്രോട്ടീൻസ്, കാർബോഹൈഡ്രേറ്റ്സ്, വൈറ്റമിൻസ്, ഇതൊക്കെ നമ്മുടെ കാർബൺ ആറ്റമിൻ്റെ ചെയിൻസ് ആയിട്ട് അത് കണ്ടെയ്ൻ ചെയ്യുന്നുണ്ട്. കാർബൺ ആറ്റംസ് കാർബോഹൈഡ്രേറ്റ്സിലൊക്കെ ഈ ഒരു നമുക്ക് എന്തിനു വേണ്ടി നമ്മുടെ ആ ഒരു റെസ്പോൺസിബിൾ ഫോർ ദ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് ദി ലിവിങ് ഓർഗാനിസം അല്ലേ. അതിന് വേണ്ടിയിട്ട് തീർച്ചയായിട്ടും കാർബണൊക്കെ വേണം നമ്മുടെ ഒരു ഗ്രോത്തിനും ഡെവലപ്മെൻറ്റിനും വേണ്ടിയിട്ട്. അപ്പോൾ ഇത്രയൊക്കെ എലമെൻസിൻ്റെ കോമ്പൗണ്ട്സും കാര്യങ്ങളാണുള്ളത്. ഇത് ബേസിക്കായിട്ട് നിങ്ങൾക്കൊരു പോയിൻ്റായി ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഇനി പി ബ്ലോക്ക് എലമെൻറ്റ്സ് നാച്ചുറലി എങ്ങനെ ഒക്കർ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. നോർമലി ഇവിടെ നിങ്ങൾ 18ാമത്തെ ഗ്രൂപ്പ് കണ്ടോ, നിയോൺ, ആർഗൺ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ, ഇതൊക്കെ നോബിൾ ഗ്യാസസ് ആണ്. നോബിൾ ഗ്യാസിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോൺസ് ഉണ്ടാവും. 8 ഇലക്ട്രോൺസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സ്റ്റെബിലൈസ്ഡ് ആയിട്ടുള്ള എലമെൻറ്റ്സ് ആയിരിക്കും, ആറ്റംസ് ആയിരിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു നോബിൾ ഗ്യാസ് മാത്രമാണ് ഫ്രീ സ്റ്റേറ്റിൽ ഉണ്ടാവുന്നത്. ഇനി ബാക്കിയുള്ള എലമെൻറ്റ്സ് ഒക്കെ യൂഷ്വലി ഒക്കർ ഇൻ ദി കമ്പൈൻഡ് സ്റ്റേറ്റിലായിരിക്കും ഉണ്ടാവുന്നത്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞു, പീരീഡിനെ കുറിച്ച് പറഞ്ഞല്ലോ, 2, 3, 4, 5, 6 അങ്ങനെ പറഞ്ഞല്ലോ. അപ്പോൾ ഈ ഒരു പി ബ്ലോക്കിലുള്ള എലമെൻറ്റ്സ് ഒക്കെ അങ്ങനെയായിരിക്കും കേട്ടോ ഫില്ലപ്പ് ചെയ്യുന്നത്. 3p, 3p,
4p 6p എന്ന് പറഞ്ഞിട്ടായിരിക്കും ഫില്ലപ്പ് ചെയ്യുന്നത് അതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരുമ്പോൾ 5 റോയിലും ഈ ഒരു പി ബ്ലോക്ക് എലമെൻറ്റ്സ് ഉണ്ടാവുന്നതായിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഒരു ജനറൽ ഫോമിൽ പറയാന്നുണ്ടെങ്കിൽ ns2 np1-6 ഓൾമോസ്റ്റ് പിയിൽ കൺസിസ്റ്റ് ചെയ്യുന്ന ഇലക്ട്രോൺസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 6 ആണ്. അതിൽ കൂടുതലാണെങ്കിൽ നമ്മളെന്താണ് 4s കൂടെ ഇവിടെ വരും. 4s അല്ല, നെക്സ്റ്റ് എസ് ഷെല്ലും ബി ഷെല്ലിലും ആയിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പം ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ചെയ്യുന്നത് 6ലാണ്, അത് -1 അങ്ങനെയായിരിക്കും ഉണ്ടാവുന്നത്. പിന്നെ ഇവിടെ n എന്താണ് കൊടുത്തിട്ടുള്ളതെന്ന് മനസ്സിലായില്ലേ? അത് ഒന്നെങ്കിൽ നാച്ചുറൽ നമ്പേഴ്സ് 1 ആവാം, 2 ആവാം, 3 ആവാം, 4 ആവാം. എത്ര ഷെല്ലിലാണോ അത് ഫില്ലപ്പ് ചെയ്യുന്നത് അതിനനുസരിച്ചാണ്. അപ്പോൾ നമ്മുടെ ജനറൽ ഫോമുല വരുന്നത് ns² np1-6 എന്നാണ് കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ അറ്റോമിക് സൈസ് ഒന്ന് നോക്കാം. ഇതെല്ലാം ഇതിൻ്റെ പ്രോപ്പർട്ടീസ് ആണ് വരുന്നത്. അറ്റോമിക് സൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നോക്കൂ, ഇത് ലെഫ്റ്റ് ടു റൈറ്റ്, ദറ്റ് ഈസ് ബോറോൺ മുതൽ നിയോൺ വരെ പോകുന്നത് പീരീഡ് ഉണ്ടല്ലോ. ഒരു പീരീഡ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ലെഫ്റ്റ് ടു റൈറ്റ് നമ്മൾ നോക്കുന്നതാണെങ്കിൽ ഇതിൻ്റെ അറ്റോമിക് സൈസ് ഡിക്രീസ് കുറയാണ് ചെയ്യുന്നത്. അതെങ്ങനെയാണെന്ന് നോക്കാം. ഇവിടെ നിങ്ങൾ ബോറോണിൻ്റെ കോൺഫിഗറേഷൻ നോക്കുക. ബോറോണിൻ്റെ കോൺഫിഗറേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ 1s2 2s2 2p1, അതായത് ബോറോണിൻ്റെത് എന്താണ് അറ്റോമിക് നമ്പർ വരുന്നത് 5 ആണ്. 5നെ നമ്മൾ എഴുതുന്നത് ഈ ഒരു ഫോർമുലയിലാണ്. ഓക്കെ, ഇനിയിപ്പം നമ്മൾ നെക്സ്റ്റ് നോക്കാം. കാർബൺ ആറ്റം എടുക്കാം. കാർബൺ ആറ്റം എടുത്തു കഴിഞ്ഞാൽ 6 ആണ് അറ്റോമിക് നമ്പർ. എന്തായാലും എനിവേ 1s2 2s2 2p2 വരും അല്ലേ? ഇതെല്ലാം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 6 അല്ലേ? 2 + 2 4 + 2 6 കിട്ടും. അപ്പോൾ കാർബൺ ആറ്റത്തിൻ്റെ നോക്കാം. ഇതിൽ നിങ്ങൾ നോക്കൂ, ഇവിടെ ആഡ് ചെയ്ത് പോവല്ലേ. 2pയിൽ ഓരോ ഇലക്ട്രോൺസിനായിട്ട് അതിൻ്റെ p ഓർബിറ്റലിൽ ഓരോ ഇലക്ട്രോൺസിനായിട്ട് ആഡ് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. അതായത് ഒരു പീരിയോഡിക് ആ ഒരു ഇതിൻ്റെ എലമെൻസിൻ്റെ സെയിം വാലൻസ് ഷെല്ലിൽ ഓരോ ഇലക്ട്രോൺസിനായിട്ട് ആഡ് ചെയ്ത് പോകും. അപ്പം ആഡ് ചെയ്ത് പോവുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ആ ഒരു ആറ്റം ചുരുങ്ങുക അല്ലെങ്കിൽ ചെറുതാവാന്നാണ് ചെയ്യുന്നത്. ഇവിടെ ഫസ്റ്റ് ബോറോൺ ഇത്ര വലുപ്പമുള്ളതാണെങ്കിൽ പിന്നെ ഒറ്റൊരു ഇലക്ട്രോണാണ് ഉള്ളത് അതിൻ്റെ വാലൻസ് ഷെല്ലിൽ. കാർബൺ ആകുമ്പോൾ ഒന്നും കൂടെ ചെറുതാവും, 2 എണ്ണം വന്ന്. കാരണം 2 എണ്ണം വരാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ന്യൂക്ലിയസ് ഇതിനെ പുള്ള് ചെയ്യും അല്ലേ, വലിക്കും. പിന്നെ ഇതൊന്നും കൂടെ വരുമ്പോൾ 3 എണ്ണം വരുന്നത് നമ്മുടെ നൈട്രജൻ്റെ കേസിൽ 3 എണ്ണം വരുമ്പോഴേക്ക് അത് ഈ ഒരു ന്യൂക്ലിയസ് ഒന്നും കൂടി ഇതിനെ പുള്ള് ചെയ്യും ന്യൂക്ലിയസിൻ്റെ അടുത്തേക്ക് ഈ ഒരു ഇതിനെ. അങ്ങനെ ചെറുതായിട്ടാണ് വരുന്നത്. ലെഫ്റ്റ് ടു റൈറ്റിലേക്ക് വരുമ്പം അതിൻ്റെ അറ്റോമിക് സൈസ് ചെറുതാവുകയാണ് ചെയ്യുന്നത്. ഇതിൻ്റെ കാരണം മനസ്സിലായല്ലോ. ഇനി നമ്മൾ നോക്കുന്നത് ടോപ്പ് ടു ബോട്ടം ഗ്രൂപ്പിൻ്റെത് നോക്കുന്നതാണ്. ഇങ്ങനെയാണെങ്കിൽ എന്താണ് ഈ ഒരു അറ്റോമിക് സൈസിന് അതിൻ്റെ അറ്റോമിക് റേഡിയസിന് സംഭവിക്കുകയെന്ന് നോക്കാം. ഇതിൻ്റെ എലമെൻറ്റ്സ് ഇൻക്രീസസ് ആസ് ദി അറ്റോമിക് നമ്പർ ഇൻക്രീസസ്. അറ്റോമിക് നമ്പർ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ചും എന്താണ് അതിൻ്റെ എലമെൻറ്റ്സും ഇൻക്രീസ് ചെയ്യാം. ഇവിടെ ബോറോണിൻ്റെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 1s2 2s2 ഇതിൻ്റെ കേസിൽ നമുക്ക് നോക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായാലും 2p1. ഇനിയിപ്പോൾ അലൂമിനിയത്തിൻ്റെതും നമ്മളിപ്പം നോക്കുന്നത് 1s2 2s2 2p എത്രയാണ് 2p6 വരുന്നുണ്ട്. പിന്നെ 3s2 3p1 ഇങ്ങനെ ആയിരിക്കും ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരുന്നത്. അതായത് 3 എന്താണ് ഷെല്ലിലായിട്ട് വരുന്നുണ്ട് ഇത്. അപ്പോൾ ഓരോ ഷെല്ലും കൂടി ആണല്ലോ വരുന്നത്. അപ്പോൾ ഷെല്ലിൻ്റെ എണ്ണം കൂടാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ഷെല്ലിൻ്റെ എണ്ണം കൂടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ബോറോണിൽ ചെറുതായിരിക്കും, പിന്നെ അത് വലുതാവും. ഷെല്ല് വലുതാവുന്നതിനനുസരിച്ച് അതിൻ്റെ ന്യൂക്ലിയസിന് അതിനെ പിടിക്കാനുള്ള ആ ഒരു പുള്ള് ചെയ്യാനുള്ള ആ ഒരു അട്രാക്ഷൻ കുറയും. ഹെൻസ് ഒരു ഗ്രൂപ്പിൻ്റെ അറ്റോമിക് റേഡിയസ് elements increases as the atomic number increase ചെയ്യുന്നു. So this is due to increase the number of shells
ആസ് വി മൂവ് ഫ്രം വൺ എലമെൻറ്റ് ടു ദി നെക്സ്റ്റ് ഡൗൺ ദി ഗ്രൂപ്പ്. അപ്പോൾ ഈ ഒരു ഗ്രൂപ്പിൻ്റെ താഴോട്ടേക്ക് പോകുമ്പോൾ ഒന്ന് ചെറുത് വലുത് വലുത് വലുതായിട്ട് മാറും. അങ്ങനെ അറ്റോമിക് സൈസ് ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് നോക്കുന്നത് ഇതാണ് കേട്ടോ. ഞാനിപ്പോൾ ഇതുവരെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. പി ബ്ലോക്ക് ഓഫ് ദി പീരിയഡ് ടേബിൾ കൺസിസ്റ്റ് ഓഫ് ദി എലമെൻറ്റ്സ് ഓഫ് ഗ്രൂപ്പ് 13, 14, 15, 16 and 17 to 18 ഉണ്ടാവും കേട്ടോ. ആൻഡ് സം എലമെൻറ്റ്സ് ആർ ഒക്കർ ഇൻ ഫ്രീ സ്റ്റേറ്റ് എലമെൻറ്റ്സ്, യൂഷ്വലി ഒക്കർ ഇൻ ദി കമ്പൈൻഡ് സ്റ്റേറ്റ്. അപ്പോൾ കുറച്ച് എലമെൻറ്റ്സ് ഫ്രീ സ്റ്റേറ്റിലായിരിക്കും ആൻഡ് ചിലത് കമ്പൈൻഡ് സ്റ്റേറ്റിലായിരിക്കും ഉണ്ടാവുന്നത്. 2 മുതൽ 6 വരെയുള്ള ആ ഒരു പി ഷെല്ലായിരിക്കും, പി ഓർബിറ്റ് ആയിരിക്കും അത് ഫില്ല് ചെയ്ത് പോകുന്നത്. 5 rows ഓഫ് പി ബ്ലോക്ക് എലമെൻറ്റ്സ്. ഇനി അറ്റോമിക് സൈസിൻ്റെ കാര്യത്തിൽ നോക്കൂ. നിങ്ങളിപ്പോൾ ലെഫ്റ്റിൽ എഴുതിയിട്ടുണ്ട് അറ്റോമിക് സൈസ് ഡിക്രീസസ് മൂവിങ് അക്രോസ് എ പീരീഡ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് ഇൻ ദ പീരിയോഡിക് ടേബിൾ. അപ്പം നിങ്ങൾക്ക് ഫസ്റ്റ് ഞാൻ ആ ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കി തന്നു, അതിന് ശേഷമാണ് നമ്മൾ ആ ഒരു ഡെഫിനിഷനും പോയിന്റും കാര്യം നോക്കുന്നത്. അപ്പോൾ ഇത് നോക്കി വായിച്ചാൽ മതി, നിങ്ങൾക്ക് അത് മനസ്സിലാവുന്നതായിരിക്കും കേട്ടോ. ഇനി മൂവിങ് ഡൗൺ എ ഗ്രൂപ്പ്, അതായത് മുകളിൽ നിന്ന് താഴോട്ടേക്ക് വരുമ്പോൾ അറ്റോമിക് റേഡിയസ് ഓഫ് ദി എലമെൻറ്റ്സ് ഇൻക്രീസസ്. റേഡിയസ് എന്തായിരിക്കും? ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് ഗ്രൂപ്പിൻ്റെ പ്രത്യേകത എന്താണെന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, അതിൻ്റെ ഷെല്ലിൻ്റെ എണ്ണം കൂടും മുകളിൽ നിന്ന് താഴോട്ടേക്ക് പോകുമ്പോൾ. ആ ഷെല്ലിൻ്റെ എണ്ണം കൂടാന്ന് വെച്ച് കഴിഞ്ഞാൽ ന്യൂക്ലിയസിന് അതിനെ പുള്ള് ചെയ്യാനുള്ള ആ ഒരു ചാർജ് അത് കുറഞ്ഞു വരിക ചെയ്യുന്നത്. അപ്പോൾ കുറഞ്ഞു വരുമ്പോൾ അവിടെയുള്ള അറ്റോമിക് റേഡിയസ് കൂടുക ചെയ്യുന്നത്. അല്ലെങ്കിൽ നോർമലി ഷെല്ലിൻ്റെ എണ്ണം കൂടാന്നുണ്ടെങ്കിൽ തന്നെ അതിൻ്റെ റേഡിയസ് കൂടുന്നതിനെ കൊണ്ടാണല്ലോ അതങ്ങനെ വരുന്നത്. അത് ആലോചിച്ചാൽ മതി കേട്ടോ. ഇനി അതിൻ്റെ ചെറിയൊരു എക്സാമ്പിളാണ് കൊടുത്തത്. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഈ ഒരു ടേബിളിലുള്ളത്. ബോറോൺ, കാർബൺ, നൈട്രജൻ, ഓക്സിജൻ, അതായത് ഫസ്റ്റ് പീരീഡിലുള്ള 13 മുതൽ 17 വരെയുള്ള ഗ്രൂപ്പിൻ്റെ ആ ഒരു എലമെൻസിൻ്റെ ഓരോ 5 എലമെൻസിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷനും അതിൻ്റെ ന്യൂക്ലിയർ ചാർജൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. അറ്റോമിക് സൈസും ഇതിൽ നിങ്ങൾ അറ്റോമിക് സൈസ് നോക്കൂ. ഇത് പീരീഡാണ് പറയുന്നത്. പീരീഡ് പറയുമ്പോൾ സെക്കൻഡ് പീരീഡ് അതിൽ ഫസ്റ്റ് ഏറ്റവും കൂടുതൽ എന്താണ് വലുത് വരുന്നത്? നമ്മൾ പറഞ്ഞു ലെഫ്റ്റ് ടു റൈറ്റ് വരുമ്പോൾ ഏറ്റവും വലുതായിട്ട് വരുന്നത് ബോറോൺ ആണ്. അതിൻ്റെ റൈറ്റിലേക്ക് പോകുന്നതോറും അതിൻ്റെ അറ്റോമിക് സൈസ് കുറയുന്നതാണ്. ആ ഒരു അറ്റോമിക് സൈസ് നിങ്ങൾക്ക് ഇവിടെ കൊടുത്തിട്ടിരിക്കുന്ന വാല്യൂയിലൂടെ മനസ്സിലാക്കാൻ പറ്റുന്നതായിരിക്കും. ആദ്യം 88 വന്നു, പിന്നെ 77, 70 അങ്ങനെ കുറഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാം ഇതിൻ്റെ ഡൗൺ, അതായത് ടോപ്പ് ടു ബോട്ടം എന്ന ആ ഒരു രീതിയിൽ ഗ്രൂപ്പ് വൈസ് നോക്കുന്നതാണെങ്കിൽ നമ്മൾ പറഞ്ഞു അറ്റോമിക് സൈസ് ഇൻക്രീസ് ചെയ്യാണ്. ഈ ഒരു ടേബിളിൽ ലാസ്റ്റായിട്ട് അറ്റോമിക് സൈസ് കൊടുത്തിട്ടുണ്ട്. ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് നോക്കിയാൽ മതി കേട്ടോ. ഒരു ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നിങ്ങൾക്ക് ചെയ്യാൻ അറിയുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. അറ്റോമിക് സൈസ് നോക്കുന്നതാണെങ്കിൽ ഡൗൺ ചെയ്യുമ്പോൾ ഗ്രൂപ്പിലേക്ക് താഴോട്ടേക്ക് പോകുമ്പോൾ ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു കോൺസെപ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഇനി നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് അയോണൈസേഷൻ എൻതാൽപ്പീനെ കുറിച്ചിട്ടാണ്. എന്താണ് അയോണൈസേഷൻ എൻതാൽപ്പി എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് നമ്മൾ പറഞ്ഞു ഔട്ടർ മോസ്റ്റ് വാലൻസ് ഷെല്ല് ഇതാണ്. ഇത് ന്യൂക്ലിയസ് എടുക്കാം. ഇത് നമ്മുടെ ഔട്ടർ മോസ്റ്റ് ഷെല്ലാന്ന് വിചാരിക്കാം. ജനറൽ ഒരു കോൺസെപ്റ്റ് പറഞ്ഞിരുന്നാണ്. ഇതിൽ ഒരു ഇലക്ട്രോണിനെ, ഇവിടെയുള്ള ഒരു ഇലക്ട്രോണിനെ ഈ ഒരു വാലൻസ് ഷെല്ലിൽ നിന്ന് റിലീസ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു എമൗണ്ട് ഓഫ് എനർജീനെയാണ്, നമുക്ക് എത്രത്തോളം എനർജി വേണം ഈ ഒരു ഇലക്ട്രോണിനെ ഇവിടുന്ന് പുറത്തേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട്, അതിനെയാണ് നമ്മൾ അയോണൈസേഷൻ എൻതാൽപ്പി എന്ന് പറയുന്നത്. ഇതിനെ നമ്മൾ kg മോൾ (−1) എന്നാണ് കേട്ടോ പറയുന്നത്. ഈ ഒരു പി ബ്ലോക്ക് എലമെൻസിൻ്റെ കേസിൽ അയോണൈസേഷൻ എൻതാൽപ്പി എങ്ങനെയായിരിക്കും എന്ന് നമുക്ക് നോക്കാം. ഇതിൽ നോർമലി നമ്മൾ ഫസ്റ്റ് കേസ് തന്നെ പറയാം ലെഫ്റ്റ് ടു റൈറ്റ്, അതായത് ബോറോൺ മുതൽ നിയോൺ വരെ അല്ലെങ്കിൽ അലൂമിനിയം മുതൽ ആർഗൺ വരെ അങ്ങനെ നോക്കുന്നതാണ്. പീരിയഡ് വൈസ് നോക്കുന്നതാണെങ്കിൽ ഇൻക്രീസ് ചെയ്യുന്നതാണ്. എന്തുകൊണ്ടാണെന്ന് നമുക്ക് നോക്കാം. ഇവിടെ എന്താണ് ലെഫ്റ്റ് ടു റൈറ്റ് അറ്റോമിക് സൈസ് നമ്മൾ നേരത്തെ പറഞ്ഞു, അറ്റോമിക് സൈസ് ഡിക്രീസ് ചെയ്യല്ലേ. അറ്റോമിക് സൈസ് ഡിക്രീസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നമുക്ക് എന്താണ് ഞാനിത് പറയാം, ഫസ്റ്റത്തുള്ള ബോറോൺ ആറ്റത്തിന് ഒരു ഇലക്ട്രോണേ ഉള്ളൂ, പിന്നെ ഇത് സൈസ് കുറഞ്ഞു പോയി. അപ്പോൾ ഇവിടെ എന്താണ് കൂടുതൽ പുള്ള് വരും, അതായത് ഇവിടെ വരുന്ന ലാസ്റ്റ്
നിയോ എഫിൽ ഫ്ലൂറിൻ്റെ കേസിൽ നോക്കുന്നതാണെങ്കിൽ ഫ്ലൂറിനെല്ലാം ഓൾമോസ്റ്റ് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഉണ്ടാവും. ഈ ഒരു ബോറോണിനെ നോക്കുമ്പോൾ ഇവിടെയുള്ള ഇലക്ട്രോണിനെ ആണോ, ഫസ്റ്റത്തുള്ള ബോറോണിലുള്ള ഇലക്ട്രോണിനെ റിലീസ് ചെയ്യാനാണോ പാട്, ഫ്ലൂറിലുള്ള ഇലക്ട്രോണിനെ റിലീസ് ചെയ്യാനാണോ നമുക്ക് വിഷമം അനുഭവപ്പെടുന്നത്? തീർച്ചയായിട്ടും ഫ്ലൂറിലല്ലേ. കാരണം അത് ആ ഒരു ന്യൂക്ലിയസിൻ്റെ അടുത്തേക്ക് പുള്ള് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ പുള്ള് ചെയ്തിരിക്കുന്ന ടൈമിൽ നമുക്ക് എന്താണ്, കൂടുതൽ എനർജി യൂസ് ചെയ്യേണ്ടി വരും. കൂടുതൽ എനർജി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ആ ഇലക്ട്രോണിനെ ലൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ അതിൻ്റെ വാലൻസ് ഷെല്ലിൽ നിന്ന്. പക്ഷേ ഫ്ലൂറിൻ്റെ കേസിലാണെങ്കിൽ അത്ര ഈസി ആയിരിക്കും, നല്ല ഈസി ആയിരിക്കും. കാരണം ഒറ്റ ഇലക്ട്രോണും അതിനെ പുള്ള് ചെയ്യാനും, അത് മാത്രം അല്ല ഈ ഒരു അറ്റോമിക് സൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല വലുതുമാണ് അല്ലേ. ആ ഒരു അറ്റോമിക് സൈസ് വലുതാവാൻ കാരണം തന്നെ ഈ ഒരു ഇലക്ട്രോണിനെ ന്യൂക്ലിയസ് അത്ര രീതിയിൽ അട്രാക്റ്റ് ചെയ്യുന്നില്ല എന്നാണ്. അപ്പോൾ ഇവിടെ ഫ്ലൂറിൻ്റെ കേസിൽ നമുക്ക് അയോണൈസേഷൻ എൻതാൽപ്പി എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറവായിരിക്കും. ബോറോണിൻ്റെ കേസിൽ അയോണൈസേഷൻ എൻതാൽപ്പി കുറവായിരിക്കും. ഫ്ലൂറിൻ്റെ കേസിൽ അയോണൈസേഷൻ എൻതാൽപ്പി നമ്മൾ പ്രയോഗിക്കുന്ന ആ ഒരു ഇലക്ട്രോണിനെ ലൂസ് ചെയ്യാൻ പ്രയോഗിക്കുന്ന ബലം കൂടുതലായിരിക്കും. ആ ഒരു എമൗണ്ട് ഓഫ് എനർജിനെയാണ് കേട്ടോ, ബലം അല്ല, ഞാനിപ്പം ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതാണ്. എമൗണ്ട് ഓഫ് എനർജി നമ്മളവിടെ ആ ഒരു ഇലക്ട്രോണിനെ ലൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് കൂടുതലായിരിക്കും. അപ്പോൾ ലെഫ്റ്റ് ടു റൈറ്റിലേക്ക് പോകുമ്പോൾ അയോണൈസേഷൻ എൻതാൽപ്പി ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് നോക്കാം മൂവിങ് ഡൗൺ. ഗ്രൂപ്പിൻ്റെ കേസിൽ നമുക്ക് നോക്കാം ഗ്രൂപ്പിൽ എങ്ങനെയാണ് ഇങ്ങനെ പോകുമ്പോൾ എന്താണ് അയോണൈസേഷൻ എൻതാൽപ്പി വരുന്നതെന്ന്. ഇതിൽ ഉണ്ടല്ലോ അയോണൈസേഷൻ എൻതാൽപ്പിയിൽ ഒരു എക്സെപ്ഷൻ കേസ് ഉണ്ട്. ഈ ഒരു മൂവിങ് ഗ്രൂപ്പിൽ 15ാമത്തേതും 16ാമത്തെയും ഗ്രൂപ്പ് ഉണ്ടല്ലോ. ഇതിൽ 16ാമത്തെ എലമെൻറ്റ് 15ാമത്തെ എലമെൻറ്റിനേക്കാളും ലോവർ ആയിരിക്കും വരുന്നത്. കാരണം ഇതിൻ്റെ 15ാമത്തെ എലമെൻ്റ് ഉണ്ടല്ലോ അതിൻ്റെ ഇലക്ട്രോൺസ് റിമൂവ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഹാഫ് ഫിൽഡ് പി ഓർബിറ്റൽസ് കിട്ടാൻ വേണ്ടിയിട്ട്. നമ്മൾ ഹാഫ് ഫിൽ സ്റ്റേറ്റ് ഉണ്ടാവുമല്ലോ, പിയിൽ 3 ആയി കഴിഞ്ഞാലും ഹാഫ് ഫിൽഡാണ്. ആൻഡ് P6 ആവാൻ, നമ്മൾ 6 ഉള്ളത് നോർമലി നമ്മൾ 3 ആവാനുള്ള ഹാഫ് ഫിൽഡ് സ്റ്റേറ്റിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നോക്കും. അപ്പോൾ അയോണൈസേഷൻ എൻതാൽപ്പിൻ്റെ മറ്റൊരു കാര്യമാണ് ഇത് വരുന്നത്. ഒരു എക്സെപ്ഷൻ കേസാണ്. 16ാമത്തെ ഗ്രൂപ്പ് എലമെൻറ്റ് 15നെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടെ എന്താണ് ലോവർ ആയിരിക്കും കേട്ടോ അതിൻ്റെ അയോണൈസേഷൻ എൻതാൽപ്പി എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഇനി നമുക്ക് നോക്കാം നെക്സ്റ്റ് ഇതിൽ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഒരു എമൗണ്ട് ഓഫ് എനർജി വേണം. എന്തിനാണ്? ഒന്നെങ്കിൽ ആ ഒരു ഇലക്ട്രോണിനെ എക്സ്ട്രാ ഇലക്ട്രോണിനെ ആഡ് ചെയ്യാൻ, ന്യൂട്രൽ ഗ്യാഷ്യസ് ആറ്റത്തിലേക്ക് എക്സ്ട്രാ ഇലക്ട്രോണിനെ ആഡ് ചെയ്യാനോ അല്ലെങ്കിൽ റിലീസ് ചെയ്യാനോ വേണ്ടിയിട്ടുള്ള ഒരു എമൗണ്ട് ഓഫ് ഹീറ്റ് എനർജീനെയാണ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു ന്യൂട്രൽ ഗ്യാഷ്യസ് ആറ്റം. എന്താണ് ന്യൂട്രൽ ഗ്യാഷ്യസ് ആറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ആൻ ആറ്റം ദാറ്റ് ഈസ് ഫ്രീ ഫ്രം അതർ ആറ്റം ഇൻ എ ഗേഷ്യസ് സ്റ്റേറ്റ്. അത് ഗേഷ്യസ് സ്റ്റേറ്റിലുള്ള ഒരു ബാക്കിയുള്ള ആറ്റത്തിൽ നിന്ന് ഫ്രീ ആയിട്ട് കിടക്കുന്ന ആറ്റംസിനെയാണ് നമ്മൾ ന്യൂട്രൽ ഗ്യാഷ്യസ് ആറ്റം എന്ന് പറയുന്നത്. ആ ഒരു ന്യൂട്രൽ ഗ്യാഷ്യസ് ആറ്റത്തിൽ നിന്ന് ആറ്റത്തിലേക്ക് ഇലക്ട്രോണിനെ ആഡ് ചെയ്യുകയോ റിലീസ് ചെയ്യുകയോ ചെയ്യുന്ന ഇലക്ട്രോണിനെ ആഡ് ചെയ്യുമ്പോൾ ഹീറ്റ് എനർജി റിലീസ് ചെയ്യുകയോ ഒബ്സർവ് ചെയ്യുകയോ ചെയ്യുന്നതിനാണ് നമ്മൾ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി എന്ന് പറയുന്നത്. ഇതിനെ X(G) ഗേഷ്യസ് ആറ്റം ആണല്ലോ, പ്ലസ് ഇലക്ട്രോണിനെ ആഡ് ചെയ്യുമ്പോൾ നമ്മൾ എന്താണ് അത് റിലീസ് ചെയ്യുക, ഒന്നെങ്കിൽ ഹീറ്റ് എനർജി അല്ലെങ്കിൽ അബ്സോർബ് ചെയ്യുക. അപ്പോൾ ഈ ഒരു ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പിയിലുണ്ടല്ലോ നെഗറ്റീവ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ഉണ്ട്, പോസിറ്റീവ് ഇലക്ട്രോ ഗെയിൻ എൻതാൽപ്പി ഉണ്ട്. അതിൽ ഈ ഒരു നെഗറ്റീവും പോസിറ്റീവും ഡിപ്പെൻഡ് ചെയ്യുന്നത് നെഗറ്റീവ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി എന്ന് വെച്ച് കഴിഞ്ഞാൽ എനർജീനെ റിലീസ് ചെയ്യുക. ഒരു ആറ്റത്തിനെ അതിലേക്ക് ആ ഒരു ഷെല്ലിലേക്ക് ആറ്റത്തിനെ ആഡ് ചെയ്യുമ്പോൾ എനർജി റിലീസ് ചെയ്യുന്ന ആണെങ്കിൽ അതിനെ നെഗറ്റീവ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി എന്നാണ് പറയുന്നത്. ഇനിയിപ്പം ആ ഒരു ആറ്റത്തിനെ ആഡ് ചെയ്യുമ്പോൾ എനർജി അബ്സോർബ് ചെയ്യുക ചെയ്യുന്നെങ്കിൽ അതിനെ നമ്മൾ പോസിറ്റീവ്
ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി എന്നാണ് പറയുന്നത്. ഇതേപോലെ തന്നെ നേരത്തെ നെഗറ്റീവ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പിക്ക് നമ്മൾ മറ്റൊരു പേരും കൂടെ പറയുന്നുണ്ട്, ഇലക്ട്രോൺ അഫിനിറ്റി എന്ന് പറയുന്നത്. അതായത് ആ ഒരു ആറ്റത്തിനെ ആഡ് ചെയ്യുമ്പം റിലീസ് ചെയ്യുന്നുണ്ടല്ലോ എനർജി, അതിനെയാണ് ഇലക്ട്രോൺ അഫിനിറ്റി എന്ന് പറയുന്നത്. ഈ ഒരു ഇലക്ട്രോൺ അഫിനിറ്റി ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകും തോറും മോർ നെഗറ്റീവ് ആയിരിക്കും. കാരണം അറ്റോമിക് സൈസ് ചെറുതാണല്ലോ, ഡിക്രീസ് ചെയ്യുകയാണല്ലോ ചെയ്യുന്നത്. അവിടെ ഉണ്ടാകുന്ന ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ, ന്യൂക്ലിയസിൻ്റെ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കൂടാണ്. അറ്റോമിക് സൈസ് ചെറുതാകുന്നതിനനുസരിച്ച് അവിടെയുള്ള ന്യൂക്ലിയസും ആ ഒരു ഷെല്ലുമായിട്ടുള്ള ഇലക്ട്രോൺസും ആയിട്ടുള്ള അട്രാക്ഷൻ കൂടുകയാണ് ചെയ്യുന്നത്. ഹെൻസ് ദ ആറ്റം ഹാസ് എ ഗ്രേറ്റർ ടെൻഡൻസി ടു ഗെയിൻ എൻ ഇലക്ട്രോൺ. അപ്പോൾ എന്താണ്, ഒരു ന്യൂക്ലിയസുമായിട്ട് അട്രാക്ഷൻ കൂടുമ്പോൾ ആ ഇലക്ട്രോൺസിന്, ആ ഒരു ആറ്റത്തിന് ഇലക്ട്രോൺസിനെ ഗെയിൻ ചെയ്യാനുള്ള ടെൻഡൻസി കൂടും. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ലെഫ്റ്റ് ടു റൈറ്റ് പോകുമ്പോൾ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി കൂടുതലായിരിക്കും, മോർ നെഗറ്റീവ് ആയിരിക്കും. ഇനിയിപ്പം മുകളിൽ നിന്ന് താഴോട്ടേക്ക് പോകുന്നതാണെങ്കിൽ ഇലക്ട്രോൺ ഗെയിൻ ബിക്കംസ് ലെസ് നെഗറ്റീവ്. അതിന് കാരണം എന്താണ്, അതിൻ്റെ അറ്റോമിക് സൈസ് തന്നെയാണ്. മുകളിൽ നിന്ന് താഴോട്ടേക്ക് പോകുമ്പോൾ എന്താണ്, അറ്റോമിക് സൈസ് ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇൻക്രീസ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ന്യൂക്ലിയസിന് അതിൻ്റെ ഇലക്ട്രോൺസിനെ അട്രാക്റ്റ് ചെയ്യാനുള്ള ഫോഴ്സ് അവിടെ കുറയുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇവിടെയുള്ള ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി അത് ബിക്കം മോർ പോസിറ്റീവ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കോൺസെപ്റ്റ് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അതാണ് ഞാനിവിടെ കൊടുത്തിരിക്കുന്നത്. അയോണൈസേഷൻ എൻതാൽപ്പി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ എമൗണ്ട് ഓഫ് എനർജി റിക്വയർഡ് ടു റിമൂവ് ദ മോസ്റ്റ് ലൂസ്ലി ബൗണ്ട് ഇലക്ട്രോൺ from the outermost shell of a neutral gaseous atom. And the electron gain enthalpy, the amount of heat energy released or absorbed when an extra electron is added to a neutral gaseous atom. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കേണ്ടതുണ്ടല്ലോ, ദിസ് ഈസ് വൺ, അത് ടൈപ്പിംഗ് മിസ്റ്റേക്ക് വരുന്നതാണ്. ദിസ് ഈസ് ഇലക്ട്രോൺ എന്നാണ്, ദിസ് ഈസ് ഔട്ടർമോസ്റ്റ്, ദ ഔട്ടർമോസ്റ്റ് എന്നാണ് കേട്ടോ. released or absorbed when an extra electron is added to a neutral gaseous atom. അയണൈസേഷൻ എന്തൽപ്പി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ നിന്ന് ഇലക്ട്രോൺസിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എനർജിനെയാണ്. ഇലക്ട്രോൺ ഗെയിൻ എന്തൽപ്പി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആറ്റത്തിലേക്ക് ഇലക്ട്രോണിനെ ആഡ് ചെയ്യുമ്പോൾ അബ്സോർവ് ചെയ്യുകയോ അല്ലെങ്കിൽ റിലീസ് ചെയ്യപ്പെടുന്ന എനർജീൻ്റെ എമൗണ്ടിനെയാണ് ഇലക്ട്രോൺ ഗെയിൻ എന്തൽപ്പി എന്ന് പറയുന്നത് കേട്ടോ. അത് ഓരോന്നും ഇവിടെ ഈ ഒരു ടേബിളിൽ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് അയണൈസേഷൻ എൻതാൽപ്പി എന്ന് പറയുന്നത് ബോറോൺ മുതൽ നിയോൺ വരെ ഉള്ളത്, അതിൻ്റെ ടോപ്പ് ടു ബോട്ടം ലെഫ്റ്റ് ടു റൈറ്റ് ആയിട്ടുള്ള 2 ടേബിളാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഇത് നിങ്ങളൊന്ന് ചെക്ക് ചെയ്യാം, ഇതിൻ്റെ PDF അയച്ചു തരുന്നതായിരിക്കും. ഇനി നമ്മൾ നോക്കുന്നത് ഇലക്ട്രോൺ നെഗറ്റിവിറ്റീനെ കുറിച്ചിട്ടാണ്. എന്താണ് ഇലക്ട്രോൺ നെഗറ്റിവിറ്റി എന്ന്? ഇലക്ട്രോൺ നെഗറ്റിവിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആറ്റത്തിന് കോവാലന്റ് ബോണ്ടിലിരിക്കുന്ന ഷെയർഡ് പെയർ ഇലക്ട്രോണിനെ അട്രാക്റ്റ് ചെയ്യാനുള്ള എബിലിറ്റീനെയാണ് നമ്മൾ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി എന്ന് പറയുന്നത്. ഇനി ലെഫ്റ്റ് ടു റൈറ്റിലേക്ക് പോകുമ്പോൾ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി ഇൻക്രീസ് ചെയ്യാണ് കേട്ടോ ചെയ്യുന്നത്. ആൻഡ് ഡൗണിലേക്ക് പോകുമ്പോൾ എന്താണ്, ഗ്രൂപ്പ് ടോപ്പ് ടു ബോട്ടം പോകുമ്പോൾ അതിൻ്റെ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കുറയാണ് ചെയ്യുന്നത്, ഡിക്രീസ് ചെയ്യാണ് ചെയ്യുന്നത് കേട്ടോ. ലെഫ്റ്റ് ടു റൈറ്റ് ആകുമ്പോൾ ഇൻക്രീസ് ചെയ്യും, ടോപ്പ് ടു ബോട്ടം ആകുമ്പോൾ അത് ഡിക്രീസ് ചെയ്യാണ് ഇലക്ട്രോൺ നെഗറ്റിവിറ്റി ചെയ്യുന്നത്. ഇതിൻ്റെ ഏറ്റവും ഉദാഹരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി കൂടുതലുള്ള ആറ്റം എലമെൻറ്റ് ഇതായിരിക്കും, ഫ്ലൂറിൻ ആയിരിക്കും. ആൻഡ് പിന്നെ അതിനേക്കാളും കുറച്ച് സെക്കൻഡായിട്ട് വരുന്നത് ഓക്സിജൻ ആയിരിക്കും, പിന്നെ നൈട്രജൻ എന്ന രീതിയിലായിരിക്കും വരുന്നത് കേട്ടോ. ഇതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇലക്ട്രോൺ നെഗറ്റിവിറ്റി എന്ന് പറയുന്നത്. ദ എബിലിറ്റി ഓഫ് ആൻ ആറ്റം ടു അട്രാക്ട് ദി ഷെയർഡ് ഇലക്ട്രോൺ പെയർ ഇൻ എ കോവാലന്റ് ബോണ്ട് ടു ഇറ്റ് സെൽഫ്. ഇലക്ട്രോൺ നെഗറ്റിവിറ്റി ഇൻക്രീസസ് അലോങ് ദി പീരീഡ് ആൻഡ് ദി ഡിക്രീസസ് ഡൗൺ ദി ഗ്രൂപ്പ്. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് അനോമാലസ് ബിഹേവിയർ ഓഫ് ദി പി ബ്ലോക്ക് എലമെൻറ്റ്സ് ആണ്. പി ബ്ലോക്ക് എലമെൻറ്റ്സിൻ്റെ അനോമാലസ് ബിഹേവിയർ ആണ്. പി ബ്ലോക്ക് എലമെൻറ്റ്സിലുണ്ടല്ലോ അതിൽ ഫസ്റ്റ് ഗ്രൂപ്പ്സ്, ഈ ഒരു ഫസ്റ്റ് എലമെൻറ്റ്സ് ഓഫ് ദി ഹോൾ ഗ്രൂപ്പ് 13 മുതൽ 18 വരെയുള്ള ഫസ്റ്റ് എലമെൻറ്റ്സ്, ഇതിൽ നമ്മൾ ഇപ്പം കൺസിഡർ ചെയ്യുന്നത്
ബോറോൺ മുതൽ ഫ്ലൂറിൻ വരെയുള്ളതിനാണ് കേട്ടോ. അത് നിയോൺ ഇപ്പം നോബിൾ ഗ്യാസ് ആണല്ലോ, പി ബ്ലോക്ക് എലമെൻ്റ് ആണെങ്കിൽ കൂടെ നമ്മളിപ്പം ഈ ഒരു സെക്ഷനാണ് മോസ്റ്റ് ഓഫ് ദി പി ബ്ലോക്കായിട്ട് നമ്മളിപ്പം പറയുന്നതാണെങ്കിലും ചെയ്യുന്നത്. ഇനിയിപ്പം ഈ ഒരു ഫസ്റ്റ് എലമെൻസിനെ നമുക്ക് നോക്കാം. ഇതെങ്ങനെയാണ് ഈ ഒരു എലമെൻറ്റ്സ് അതിൻ്റെ സൈസോ അല്ലെങ്കിൽ അതിൻ്റെ പ്രോപ്പർട്ടീസ് അതിൻ്റെ ബോണ്ടിങ് ഒക്കെ നടക്കുന്നതെന്ന് നമുക്ക് നോക്കി നോക്കാം. അതിൽ ഫസ്റ്റ് വരുന്നത് സ്മോൾ സൈസാണ്. ഈ ഒരു ഫസ്റ്റ് എലമെൻറ്റ്സിന് ഉണ്ടാവുമല്ലോ, ഓരോ ഗ്രൂപ്പിലെയും ഫസ്റ്റ് എലമെൻറ്റ്സിന് സ്മോൾ സൈസ് ആയിരിക്കും. ലൈക്ക് നൈട്രജനോ ഓക്സിജൻ ആയാലും ഫ്ലൂറിൻ ആണെങ്കിലും ഹാവ് എ വെരി കോമ്പാക്ട് 2p ഓർബിറ്റൽസ്. അപ്പോൾ ഈ ഒരു വെരി സ്മോൾ സൈസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, അതിൻ്റെ ഇൻ്റർ ഇലക്ട്രോണിക് റിപ്പൾഷന് സ്ട്രോങ്ങർ ആയിരിക്കും. പിന്നെ ആണെങ്കിൽ അതിൻ്റെ ഐഡൻറ്റിക്കൽ ആറ്റംസ് ഉണ്ടാവുമല്ലോ, ഇപ്പോൾ നൈട്രജൻ എടുക്കുന്ന ഐഡൻറ്റിക്കൽ ആറ്റംസ് N2, അത് തമ്മിലുള്ള ബോണ്ടിങ് NN. ഇനിയിപ്പോൾ ഫ്ലൂറിൻ്റെ കേസിലാണെങ്കിൽ F2, അതിൻ്റെ ബോണ്ടിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ FF. ഇതൊരു ബോണ്ട്സ് ഉണ്ടാവുമല്ലോ, അതിൻ്റെ ഐഡൻറ്റിക്കൽ ആറ്റംസ് തമ്മിലുള്ള ആ ഒരു ബോണ്ട് വീക്ക് ബോണ്ട് ആയിരിക്കും. കമ്പയറിങ് ടു ദി രണ്ടാമത്തെ ഈ ഒരു ഇത് വെച്ചിട്ട് നമുക്ക് നോക്കാം. സിൽവർ ആ ഒരു ഫോസ്ഫറസും വെച്ചിട്ടുള്ള ആ ഒരു ബോണ്ട് വെച്ച് നോക്കുന്നതാണെങ്കിൽ പി വെച്ചിട്ടുള്ള ഈ ഒരു രണ്ടാമത്തെ എലമെൻറ്റ്സ് ഉണ്ടാവില്ല, പീരീഡിൽ മൂന്നാമത്തെ പീരീഡിലുള്ള എലമെൻറ്റ്സ് വെച്ച് നോക്കുമ്പോൾ ഫസ്റ്റ് പീരീഡിലുള്ള എലമെൻറ്റ്സിനൊക്കെ വീക്ക് ബോണ്ടായിരിക്കും അതിൻ്റെ ഐഡൻറ്റിക്കൽ ആറ്റംസ് വെച്ചിട്ട്. ഇനി വരുന്നത് അതിൻ്റെ ഹൈ ഇലക്ട്രോ നെഗറ്റിവിറ്റി എങ്ങനെയാണെന്ന് വെച്ചാൽ നോക്കാം. ഇലക്ട്രോ നെഗറ്റിവിറ്റി എന്ന് വെച്ചാൽ നൈട്രജനും ഫ്ലൂറിനും ഓക്സിജനും എല്ലാം ഹയർ ഇലക്ട്രോ നെഗറ്റിവിറ്റി ആണ്. അത് നെഗറ്റീവ് ആയിരിക്കും കേട്ടോ, ഹയർ ഇലക്ട്രോ നെഗറ്റീവ്. അതിൻ്റെ മീനിങ് എന്താണ് പറയുന്നത്, സ്ട്രോങ്ലി അട്രാക്റ്റഡ് ഇലക്ട്രോൺസ് ആയിരിക്കും. ഈ ഒരു പ്രോപ്പർട്ടി കൊണ്ട് തന്നെ സ്ട്രോങ് ഹൈഡ്രജൻ ബോണ്ട് കോമ്പൗണ്ട്സ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ നൈട്രജൻ ഓക്സിജൻ ഫ്ലൂറിൻ തുടങ്ങിയിട്ടുള്ള സ്മോൾ സൈസുള്ള ഈ ഒരു കമ്പയറിങ് ടു ദെയർ അതർ പീരീഡ്സിലുള്ള എലമെൻസിനെ അപേക്ഷിച്ച് ഇവയൊക്കെ സ്മോളർ സൈസ് ആയിരിക്കും, വീക്ക് ബോണ്ട്സ് ആയിരിക്കും അതിൻ്റെ ഐഡൻറ്റിക്കൽ ആറ്റംസിൽ ക്രിയേറ്റ് ചെയ്യുന്നത്. പക്ഷേ സ്ട്രോങ്ങർ ഇലക്ട്രോണിക് റിപ്പൾഷൻ ഉണ്ടാവും. പിന്നെ ഹയർ ഇലക്ട്രോ നെഗറ്റീവ് ആയതുകൊണ്ട് തന്നെ ഇത് ഹൈഡ്രജനുമായിട്ട് ബോണ്ട് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഉണ്ടാകുന്ന കോമ്പൗണ്ട്സ് ലൈക്ക് H2O വരുന്നുണ്ട്. ഓക്സിജൻ ആണെങ്കിൽ H2O ഹൈഡ്രജനായിട്ട് വരുമ്പം, ഇപ്പോൾ നൈട്രജൻ ആണെങ്കിൽ അതിൻ്റെ എക്സാമ്പിൾ ഹൈഡ്രജനായിട്ട് വരുമ്പോൾ അമോണിയ NH3 ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പോൾ ഫ്ലൂറിൻ്റെ കേസിൽ നോക്കുന്നതാണെങ്കിൽ ഹൈഡ്രജൻ ഫ്ലൂറൈഡ് HF ഉണ്ടാക്കുന്നത്. ഓക്കെ, അപ്പോൾ മോർ ഇലക്ട്രോ നെഗറ്റീവ് ആണെങ്കിൽ എന്താണ്, ഹൈഡ്രജനുമായിട്ട് ബോണ്ട് ചെയ്തിട്ട് അതിൻ്റെ ഹൈഡ്രജൻ്റെ കോമ്പൗണ്ട്സ് ഉണ്ടാക്കുന്നുണ്ട് ഈ ഒരു എലമെൻറ്റ്സ്. ഇനി മൾട്ടിപ്പിൾ ബോണ്ടിങ് എബിലിറ്റിയാണ് ഇതിലേക്കുള്ളത്. അതായത് കാർബണിൻ്റെ നൈട്രജൻ്റെ കേസിൽ വെക്കുന്നതാണെങ്കിൽ പൈ ബോണ്ട് ആയിരിക്കും വരുന്നത്. ഈ ഒരു പൈ ബോണ്ട് ഉണ്ടാക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ സ്മോൾ സൈസ് തന്നെയാണ്. ഈ ഒരു സ്മോൾ സൈസ് എന്തിന് എഫക്റ്റീവാണ്, ആ ഒരു ഓർബിറ്റൽസ് തമ്മിൽ ഓവർലാപ്പ് ചെയ്യാൻ എഫക്റ്റീവാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ബോണ്ട്സ് ഉണ്ടാക്കുന്ന കാർബൺ ആണെങ്കിൽ ട്രിപ്പിൾ ബോണ്ട് എല്ലാം ഉണ്ടാക്കുന്നുണ്ട്, അതിൻ്റെ സെയിം ആറ്റം കൊണ്ട് ട്രിപ്പിൾ ബോണ്ട് ഉണ്ടാക്കുന്നുണ്ട്, ഡബിൾ ബോണ്ട് ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പം നൈട്രജൻ്റെ കേസിലാണെങ്കിലും ഡബിൾ ബോണ്ടൊക്കെ സെയിം ആറ്റംസ് തമ്മിൽ ഉണ്ടാക്കുന്നുണ്ട്. കാരണം അവിടെ എന്താണ് ഓവർലാപ്പ്, ദെയർ സ്മോൾ സൈസ് കൊണ്ടുള്ള ഓവർലാപ്പ് കാരണം നടക്കുന്നത്. ഇനിയിപ്പോൾ ലാർജർ ആറ്റംസ്, അതിൻ്റെ താഴെയുള്ള ആറ്റംസ് എല്ലാം നോക്കുന്നതാണെങ്കിൽ SIയും P ഒക്കെ വെച്ച് നോക്കുന്നതാണെങ്കിൽ അവിടെ പൈ ബോണ്ട് വരുന്നില്ല. കാരണം അതിൻ്റെ ലാർജർ സൈസാണ്. ലാർജർ സൈസ് ഉണ്ടാകുമ്പോൾ ഓവർലാപ്പിൻ്റെ എഫിഷ്യൻസി കുറയുകയാണ് ചെയ്യുന്നത്. പിന്നെ ആണെങ്കിൽ നാലാമതൊരു പോയിന്റ് പറയാമെന്നുണ്ടെങ്കിൽ വാലൻസ് ഷെല്ല് ആ ഒരു ഫസ്റ്റ് എലമെൻസിൻ്റെ ലിമിറ്റ് ചെയ്യും, എബിലിറ്റി ടു ബോണ്ട് വിത്ത് മെനി ആറ്റംസ്. കുറേ ആറ്റംസുമായിട്ട് ബോണ്ട് ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ടാവുമല്ലോ, ആ ഒരു വാലൻസ് ഷെല്ല് ലിമിറ്റ് ചെയ്യുന്നുണ്ട്. നമുക്കിപ്പം 4 ബോണ്ട്സ് വരെ മാക്സിമം ഈ ഒരു ബോറോണും കാർബണിനൊക്കെ നൈട്രജനൊക്കെ മാക്സിമം 4 ബോണ്ട് മാത്രമേ ക്രിയേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇനി ഹെവിയർ ആറ്റംസ് ആണെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന സിലിക്കണും SIക്കും ഫോസ്ഫറസിനും ഒക്കെ ആണെങ്കിൽ ഇതിനൊക്കെ കുറച്ചും കൂടി അധികം ബോണ്ട്സ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ടു എക്സ്പാൻഡ് ദെയർ കോർഡിനേഷൻ ബിയോണ്ട് 4, കൂടുതലായിട്ട് അവർക്ക്
ബോണ്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതിൻ്റെ എക്സാമ്പിളൊക്കെ നമുക്ക് നോക്കാം. എക്സാമ്പിൾ പറയാന്നുണ്ടെങ്കിൽ അങ്ങനെ ഹെവിയർ എലമെൻസിന് എക്സാമ്പിളായിട്ട് പറയുന്നത് സ്മോൾ ബോണ്ട് മാത്രം, ഫ്ലൂറിന് 4 ബോണ്ട് മാത്രമേ ക്രിയേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതിന് എക്സാമ്പിളാണ് BF4-. പിന്നെ ആണെങ്കിൽ അലൂമിനിയത്തിൻ്റെ കേസിൽ ഹെവിയർ ബോണ്ട് നോക്കുന്നത് ബോറോൺ ഇപ്പം നമ്മൾ കണ്ടു BF4-. ഇനിയിപ്പോൾ അലൂമിനിയത്തിൻ്റെ കേസിലാണെങ്കിൽ അതുമായിട്ട് കമ്പൈൻ ചെയ്യുമ്പോൾ ഫ്ലൂറിന് കൂടുതലായിട്ട് ബോണ്ട് ചെയ്യാൻ പറ്റും. AlF6 ഇതൊക്കെയാണ് ഇതിൻ്റെ എക്സാമ്പിളായിട്ട് വരുന്നത് കേട്ടോ. ഇനി നമുക്കൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം, എന്തുകൊണ്ടാണ് ഇത് ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയുന്നത്? കാരണം അതിൻ്റെ യുണീക്ക് ബിഹേവിയറാണ് ഈ ഒരു ഫസ്റ്റ് എലമെൻസിൻ്റെ എല്ലാം. ഈ ഒരു P ബ്ലോക്കിൽ ഈ ഒരു ഫസ്റ്റ് എലമെൻസിൻ്റെ ഈ ഒരു യുണീക്ക് ബിഹേവിയർ ഉള്ളത് കൊണ്ട് തന്നെ ഇതിനൊരു ഡിസ്റ്റിങ്ക്റ്റ് പ്രോപ്പർട്ടിയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് പരീക്ഷയിലൊരു ക്വസ്റ്റ്യൻ ഇതുപോലെ തന്നെ വേണമെങ്കിൽ വരാമെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് P ബ്ലോക്ക് എലമെൻസിൻ്റെ ഫസ്റ്റ് എലമെൻറ്റ്സ് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആയി തീരുന്നതെന്ന്. അതിൻ്റെ ഫസ്റ്റ് പോയിൻ്റായിട്ട് നിങ്ങൾക്ക് എഴുതാം, സ്ട്രോങ് ആയിട്ടുള്ള ഹൈഡ്രജൻ ബോണ്ടിങ് ആയിരിക്കും. സ്ട്രോങ് ഹൈഡ്രജൻ ബോണ്ട് ആയിരിക്കും. പിന്നെ ആണെങ്കിൽ മൾട്ടിപ്പിൾ ബോണ്ട് ഉണ്ടാവും. പിന്നെ ലിമിറ്റിംഗ് ബോണ്ടിങ് കപ്പാസിറ്റി ആയിരിക്കും വരുന്നത് കമ്പയർഡ് ടു ഹെവിയർ എലമെൻറ്റ്സ്. പിന്നെ ആണെങ്കിൽ വീക്കർ ബോണ്ട് ആയിരിക്കും അല്ലേ, അതിൻ്റെ വീക്കർ ബോണ്ടായിരിക്കും അതിൻ്റെ സെയിം ആറ്റം, സിമിലർ സ്മോൾ ആറ്റം തമ്മിൽ വരുന്നത്. പിന്നെ ആണെങ്കിൽ ഇൻ്റർ ഇലക്ട്രോണിക് റിപ്പൽഷൻ അത് സ്ട്രോങ്ങർ ആയിരിക്കും. ഇതൊക്കെ കൊണ്ടാണ് ബോറോൺ മുതൽ ഫ്ലൂറിൻ വരെയുള്ള ആ ഒരു ഫസ്റ്റ് എലമെൻസിന് ഇത്രയും ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ അതിൻ്റെ അനോമലസ് ബിഹേവിയർ ഇത്രയും നന്നായിട്ട് വരുന്നത്. ബാക്കി റെസ്റ്റിലിരിക്കുന്ന ഗ്രൂപ്പ്സിൻ്റെ എലമെൻറ്റ്സ് തമ്മിൽ. ഇതാണ് കേട്ടോ അനോമലസ് ബിഹേവിയർ ഓഫ് P ബ്ലോക്ക് എലമെൻറ്റ്സ് വരുന്നത്. ഇവിടെ ഞാൻ അതിൻ്റെ പോയിൻറ്റ്സ് കൊടുത്തിട്ടുണ്ട്, നമുക്കൊന്ന് വായിച്ചു പോവാം. അറ്റോമിക് റേഡിയസ് ഓഫ് ദി ഫസ്റ്റ് എലമെൻറ്റ് ഇൻ ഈച്ച് ഗ്രൂപ്പ് ഈസ് വെരി സ്മോൾ കമ്പയർഡ് ടു അതേഴ്സ് ഇൻ ദി സെയിം ഗ്രൂപ്പ്. ബാക്കിയുള്ള ആ ഒരു ഗ്രൂപ്പിലെ ബാക്കിയുള്ള മെമ്പേഴ്സിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ എന്താണ്, ഫസ്റ്റ് എലമെൻറ്റിൻ്റെ സൈസ് ചെറുതാണ്. പിന്നെ ആണെങ്കിൽ സ്മോൾ ആറ്റംസ് ഹാവ് വെരി കോമ്പാക്ട് 2p ഓർബിറ്റൽ ലീഡിങ്സ് ടു സ്ട്രോങ്ങർ ഇൻ്റർ ഇലക്ട്രോണിക് റിപ്പൽഷൻ ഇൻ ദീസ് ഓർബിറ്റൽസ് ആൻഡ് വീക്ക് ബോണ്ട്സ് ബിറ്റ്വീൻ ഐഡൻറ്റിക്കൽ ആറ്റംസ്. നിങ്ങൾക്ക് എക്സാമിന് ക്വസ്റ്റ്യൻ വരുമ്പോൾ ഈ ഒരു പോയിൻറ്റ്സ് ആണ് എഴുതേണ്ടത്, അനോമലസ് ബിഹേവിയർ P ബ്ലോക്ക് എലമെൻസിൻ്റെത്. പിന്നെ എന്താണ് പോയിൻറ്റ്സ് വരുന്നത്, സ്മോളർ ആറ്റംസ് ആർ ഹൈ ഇലക്ട്രോനെഗറ്റീവ് എലമെൻറ്റ്സ് ലൈക്ക് CNO ക്യാൻ ഫോം പൈ മൾട്ടിപ്പിൾ ബോണ്ട്സ്. ലാർജർ ആറ്റംസിന് ആ ഒരു പൈ ബോണ്ട്സ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ ആണെങ്കിൽ വാലൻസ് ഷെൽ സൈസ് ലിമിറ്റ്സ് ദ ഫസ്റ്റ് എലമെൻറ്റ്സ് എബിലിറ്റി ടു ബോണ്ട് വിത്ത് മെനി ആറ്റംസ്. വാലൻസ് ഷെൽ എന്താണ്, ബാക്കിയുള്ള എലമെൻറ്റ്സുമായിട്ട് ബോണ്ട് ചെയ്യാനുള്ള ലിമിറ്റ് കൽപ്പിക്കുന്നുണ്ട്. ഇനി നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ഇനേർട്ട് പെയർ എഫക്റ്റിനെ കുറിച്ചിട്ടാണ്. ഈ ഒരു ഇനേർട്ട് പെയർ എഫക്റ്റ് വരുന്നത് വൈ ഹെവിയർ P ബ്ലോക്ക് എലമെൻറ്റ്സ് പ്രിഫർ ലോവർ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു കൂടുതൽ ഹൈ ആയിട്ടുള്ള ഇതിൽ നോക്കൂ SN ഉണ്ട്, SB ഒക്കെ ഉണ്ട്, ഇൻഡിയം IN ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഹെവിയർ P ബ്ലോക്ക് എലമെൻറ്റ്സ് ആണ്. ഇതൊക്കെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കുറക്കാനാണ് നോക്കുന്നത്. അതിൻ്റെ ഒന്നാമത്തെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ എന്താണ്, ഈ ഒരു ഹെവിയർ ആയിട്ടുള്ള എലമെൻറ്റ്സിന് 13 മുതൽ 15 വരെയുള്ള ആ ഒരു എലമെൻറ്റ്സിൽ വരുന്ന ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് വെച്ചാൽ NS2 NP-N ആയിരിക്കും വരുന്നത്. ഇത് ജനറൽ കോൺഫിഗറേഷൻ ആണ് കേട്ടോ പറയുന്നത്. ഈ ഒരു NS2 ഉണ്ടല്ലോ, ഈ ഒരു ഇലക്ട്രോൺസ് ഈ ഒരു NS2ലുള്ള ഇലക്ട്രോൺസ് ന്യൂക്ലിയസുമായിട്ട് കൂടുതലും ടൈറ്റ്ലി ഹെൽഡ് ആയിരിക്കും, പുള്ള് ചെയ്തിരിക്കും ടൈറ്റ്ലി. അത് അതുമായിട്ട് അഡ്ജസ്റ്റഡ് ആയിരിക്കും. ഇറ്റ് ടേക്സ് എ ലോട്ട് ഓഫ് എനർജി ടു പ്രൊമോട്ട് NS2 ഇലക്ട്രോൺ ഫോർ ബോണ്ടിങ്. അപ്പോൾ ബോണ്ടിങ്ങിന് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ എനർജി ഇതിനെ പ്രൊമോട്ട് ചെയ്യും, ഒരു ബോണ്ടിൽ ഏർപ്പെടാൻ വേണ്ടിയിട്ട്. അങ്ങനെ ചെയ്യുമ്പോൾ വീക്ക് ബോണ്ടിങ് ആണ് നടത്തുന്നത്. ഈ ഒരു ലാർജർ ആറ്റംസ് ഹാവ് ഡിഫ്യൂസ് ഓർബിറ്റൽസ് ആൻഡ് ലീഡിങ് ടു വീക്കർ ബോണ്ട്. ഇതിങ്ങനെ ചെയ്യുമ്പോൾ അതിൻ്റെ വീക്കർ ബോണ്ടിനായിരിക്കും ഇത് ശ്രമിക്കുന്നത്. അപ്പോഴാണ് ഈ ഒരു ഹെവിയർ എലമെൻറ്റ്സ് ഈസിയർ ആയിട്ട് ടു കീപ് ദെയർ NS2 ഇലക്ട്രോൺസ് അൺബോണ്ടഡ്. അപ്പോൾ എന്താണ്, ഈ ഒരു ഹെവിയർ ആറ്റംസ് അതിൻ്റെ NS2 ഇലക്ട്രോൺസിനെ ഉണ്ടല്ലോ അൺബോണ്ടഡ് കണ്ടീഷനിൽ വെക്കും. ഇതിനെ ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് തന്നെ അതിന് ലോവർ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കൈവരിക്കാൻ പറ്റുന്നതാണ്. ദാറ്റ് ഈസ് +1 +2 +3 +2
+3 പറഞ്ഞിട്ടുള്ള ലോവർ ഓക്സിഡേഷൻ സ്റ്റേറ്റ് അവർക്ക് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ മോർ സ്റ്റേബിൾ ആയിട്ട് നിൽക്കും ഈ ഒരു ഹയർ വൺസ്. ദ NS² ഇലക്ട്രോൺസ് ആക്ട് ഇനേർട്ട് ഇൻ ഹെവിയർ എലമെൻറ്റ്സ്. ആ ഒരു NS² ആണ് ഇവിടെ വരുന്ന ഈ ഒരു ഇതാണല്ലോ അൺബോണ്ട് ചെയ്യാണ്ട് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെയാണ് ഇനേർട്ട് എന്ന് പറയുന്നത്. ഇനേർട്ട് ചെയ്തിട്ട് നിൽക്കുകയാണല്ലോ. ഈ ഒരു എഫക്റ്റിനെയാണ് നമ്മൾ ഇനേർട്ട് പെയർ എഫക്റ്റ് എന്ന് പറയുന്നത് കേട്ടോ. ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. ഹെവിയർ എലമെൻറ്റ്സ് ഫൈൻഡ് ഇറ്റ് ഈസിയർ ടു കീപ് ദെയർ NS2 ഇലക്ട്രോൺസ് അൺബോണ്ടഡ്. ദിസ് മേക്സ് ലോവർ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +1 +2 +3 more stable than higher ones. The NS2² electrons act inert in heavier elements, leading to the inert pair effect. ഇനി നമ്മൾ ഇതിൻ്റെ ഈ ഒരു പി ബ്ലോക്ക് എലമെൻറ്റ്സിൻ്റെ ഹൈഡ്രേറ്റ്സിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഈ ഒരു ഹൈഡ്രേറ്റ്സ് കോവാലന്റ് ബോണ്ട്സ് ഫോംഡ് വെൻ ഹൈഡ്രജൻ റിയാക്ട്സ് വിത്ത് പി ബ്ലോക്ക് എലമെൻറ്റ്സ്. അപ്പോൾ ഹൈഡ്രേറ്റ്സ് ഉണ്ടാകുന്നത് എങ്ങനെയാണ്? ഹൈഡ്രജനുമായിട്ട് പി ബ്ലോക്ക് എലമെൻറ്റ്സ് റിയാക്ട് ചെയ്യുമ്പോഴാണ് അതിൻ്റെ കോമ്പൗണ്ട്സ് ഉണ്ടാക്കുന്നുണ്ട്. ഇതിൽ ലെഫ്റ്റ് ടു റൈറ്റ് ഇൻക്രീസ് ചെയ്യും, ഫ്രം ടോപ്പ് ടു ബോട്ടവും ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ഇതിനൊരു എക്സാമ്പിളാണ് നമ്മൾ ഇപ്പം കൊടുത്തിരിക്കുന്നത്. ഹൈഡ്രജനുമായിട്ട് ഉണ്ടാക്കുന്ന ബോണ്ട് ചെയ്യുന്നുള്ള എലമെൻറ്റ്സ്, നമ്മുടെ ഈ ഒരു പി ബ്ലോക്ക് എലമെൻറ്റ്സ് ബോണ്ട് ചെയ്തിട്ടുള്ള ഒരു ടേബിളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇനി ഓക്സൈഡ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്സിജനായിട്ട് ബോണ്ടിങ്ങിൽ പി ബ്ലോക്ക് എലമെൻറ്റ്സ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്നത്. അതിന് 4 ടൈപ്സ് ഓഫ് ഓക്സൈഡ്സ് ആണ് ഉണ്ടാകുന്നത്. അതിൻ്റെ ആസിഡിക്, ബേസിക്, ആംഫോട്ടറിക് ആൻഡ് ന്യൂട്രൽ ക്യാരക്ടേഴ്സ് ആണ്. ഇതത്ര ഇമ്പോർട്ടൻ്റ് ഒന്നും അല്ല, അതുകൊണ്ടാണ് ചെറിയൊരു ടോപ്പിക്കായിട്ട് തന്നെ കൊടുത്തിരിക്കുന്നത്. ദ നേച്ചർ ഓഫ് ദി ഓക്സൈഡ്സ് ഡിപ്പെൻഡ്സ് ഓൺ ദി പൊസിഷൻ ഓഫ് ദി എലമെൻറ്റ് ഇൻ ദി പീരിയോഡിക് ടേബിൾ. ഇനി ഹാലൈഡ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാലോജൻ ഗ്രൂപ്പ് 17 എലമെൻറ്റ്സിനെയാണ് നമ്മൾ ഹാലോജൻ എന്ന് പറയുന്നത്. അപ്പോൾ അതുമായിട്ട് ഹാലോജൻസുമായിട്ട് ഈ ഒരു പി ബ്ലോക്ക് എലമെൻറ്റ്സ് തന്നെ കോമ്പൗണ്ടിൽ ഏർപ്പെടുന്നത്. ഓൾവേസ് പി ബ്ലോക്ക് എലമെൻറ്റ്സിൽ ഉൾപ്പെട്ടതാണ് ഹാലോജൻസ്. അപ്പോൾ അതിൽ തന്നെ അവർ കോമ്പൗണ്ടായി ചേരുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഇതിൻ്റെതാണ് പറയുന്നത്. മോസ്റ്റ് ഓഫ് ദം ആർ കോവാലന്റ് ഹാലൈഡ്സ്. കോവാലന്റ് ഹാലൈഡ്സ് ആർ ജനറലി ഗ്യാസസ്, ലിക്വിഡ്സ് ഓർ സോളിഡ് വിത്ത് ലോ മെൽറ്റിംഗ് പോയിൻറ്റ്സ്. ഇപ്പോൾ ഹാലൈഡ്സിൻ്റെ പ്രത്യേകത എന്താണ്? പി ബ്ലോക്കിൻ്റെ അത് ലോ മെൽറ്റിംഗ് പോയിൻറ്റ്സ് ആയിരിക്കും. മോസ്റ്റ് ഓഫ് ദം ആർ ഇൻ കോവാലന്റ് ഹാലൈഡ്സ്. അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇന്നത്തെ ഈ ഒരു ക്ലാസ് എന്ന് പറയുന്നത് ചെറിയൊരു ചാപ്റ്ററാണ്. ഇതിൻ്റെ പി ബ്ലോക്ക് എലമെൻറ്റ്സിൻ്റെ ബേസിക്സ് ആണ് പഠിപ്പിക്കുന്നത്. ഇനി നെക്സ്റ്റ് ചാപ്റ്ററിൻ്റെ അതിനൊരു കുറച്ച് കോമ്പൗണ്ട്സ് സ്ട്രക്ചറായിട്ടുള്ളത് കാര്യങ്ങളും പറയുന്നുണ്ട്. എനിവേ താങ്ക് യു. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്.